എന്താ അർജുനൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ വിശേഷം? അർജുനൻ യുദ്ധസന്ദർഭത്തിലായിട്ട് പോലും സൈന്യത്തെ തിരഞ്ഞെടുക്കാൻ അവസരം ലഭിച്ചിട്ട് പോലും അതിന് ഉദ്യമിച്ചില്ല. പകരം നിരായുധനായ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് വരിച്ചത്. നിരായുധനായ ശ്രീകൃഷ്ണ ഭഗവാനെ വരിച്ചു. അതുകൊണ്ട് അർജുനന് ഉപകാരം ഉണ്ടായോ? അതുകൊണ്ട് തീർച്ചയായിട്ടും അർജുനന് ഉപകാരമുണ്ടായി. യുദ്ധത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അർജുനനുണ്ടായിട്ടുള്ള ഉപകാരം യുദ്ധകാര്യങ്ങൾ ഉചിതമായ രീതിയിൽ തീരുമാനിക്കാനും നടപ്പിലാക്കാനും ഭഗവാന്റെ സഹായം വളരെ ഉണ്ടായിട്ടുണ്ട്. അതിലുപരി അർജുനൻ അങ്ങനെ ഭഗവാനെ തിരഞ്ഞെടുത്തത് കൊണ്ട് എക്കാലത്തേക്കുമായി ഒരു ദാർശനിക ഗ്രന്ഥം നമുക്ക് ലഭിച്ചു. ഇക്കാര്യത്തിൽ നാം അർജുനനോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. സർവേശ്വരൻ്റെ അനുഗ്രഹ ബുദ്ധിക്ക് മുന്നിൽ 100 കോടി നമസ്കാരം. അർജുനൻ 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ തൻ്റെ തേരിനെ കൊണ്ട് നിർത്താൻ പറഞ്ഞു. സാരഥി ശ്രീകൃഷ്ണ ഭഗവാൻ അത് നിർവഹിച്ചു. പക്ഷെ അവിടെ ഭീഷ്മദ്രോണാദികളുടെ മുന്നിലാണ് തേര് കൊണ്ട് നിർത്തിയത് എന്ന സവിശേഷതയുണ്ട്. ഭീഷ്മദ്രോണാദികളെ കണ്ട അർജുനൻ ആകെ തളർന്നുപോയി. യുദ്ധവിരുദ്ധമായ ചില സിദ്ധാന്തങ്ങളൊക്കെയാണ് അവതരിപ്പിച്ചത്. ഈ വിഷയത്തിൽ ഭഗവാൻ എല്ലാം സശ്രദ്ധം കേട്ട് നിന്നപ്പോൾ അർജുനന്റെ വാദത്തോട് ഭഗവാന് ആനുകൂല്യമുണ്ട് എന്ന് തോന്നിപ്പോവും. അർജുന, ഭഗവാൻ പറയുന്നത് വളരെ ശരി, അതുകൊണ്ട് തേര് ഹിമാലയത്തിലേക്ക് തിരിച്ചുവിടട്ടോ എന്നാണോ ഭഗവാൻ ഉദ്യമിക്കുന്നത് തോന്നിപ്പോ. അത്രത്തോളം ഒരക്ഷരമിണ്ടാതെ അർജുനനെ കേട്ട് നിന്നു. എന്നാൽ അർജുനന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ആരംഭിച്ചത് അർജുനൻ അവതരിപ്പിച്ചതൊക്കെ വെറും വൈകാരികമായ കാര്യങ്ങളാണ് എന്നുള്ള മട്ടിലാണ്. ദുർബലമായ, ക്ഷുദ്രമായ, നിസ്സാരങ്ങളായ ഹൃദയ ദൗർബല്യത്തെയൊക്കെ വലിച്ചെറിഞ്ഞ് എഴുന്നേൽക്ക് എന്നാണ് ആഹ്വാനം ചെയ്തത്. ആ ആഹ്വാനത്തെ തുടർന്ന് വീണ്ടും അർജുനൻ വിലപിച്ചെങ്കിലും, ഹേ സർവേശ്വര, ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്ന് ഭഗവാന് മുന്നിൽ സമർപ്പണം ചെയ്തു. എൻ്റെ ബുദ്ധിയാകെ തലതിരിഞ്ഞ പോലെയുണ്ട്, എനിക്ക് വേണ്ട ഉപദേശം തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവത് ഉപദേശം ആരംഭിക്കുന്നത്
നമ്മിലെല്ലാവരിലും അമരണമായ അക്ഷരമായ തത്വമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇപ്പൊ ഭഗവാന്റെ പ്രഥമ ഉപദേശം എന്തായിരുന്നു? ഏവരിലും അമരണമായ അക്ഷരമായ നാശരഹിതമായ തത്വമുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഉപദേശം. ശരീരാദികൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും അതൊന്നും തന്നെ ഈ അക്ഷരതത്വത്തെ ബാധിക്കുന്നില്ല. അനശ്വരമായ അക്ഷരതത്വത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വല്ലതുമുണ്ടെങ്കിൽ അത് ആ അക്ഷരതത്വത്തിൻ്റെ തന്നെ ആവിഷ്കാരമാണ്, പ്രകടനമാണ്. ഏതുപോലെ സമുദ്രത്തിൻ്റെ ആവിഷ്കാരമാണ്, പ്രകടനമാണ് തിരമാല എന്ന് പറയുന്നത് പോലെ. ഈ ലോക വൈവിധ്യങ്ങളെ കണ്ട് അത് സമ്മാനിക്കുന്ന വിവിധ തരത്തിലുള്ള അനുഭവങ്ങളെ പരിഗണിച്ച് ഒന്നും നാം വിഷമിക്കേണ്ടതായിട്ടില്ല. അതൊക്കെ വരും പോവും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. ഈ തത്വം അറിഞ്ഞവരുടെ ധൈര്യത്തെ, സ്വാതന്ത്ര്യത്തെ, സന്തോഷത്തെ, ശാന്തിയെ ഒക്കെ ഭഗവാൻ വർണ്ണിക്കുന്നുണ്ട്. ആ വർണ്ണനാഭാഗത്തിന് സ്ഥിതപ്രജ്ഞ ലക്ഷണ പ്രകരണം എന്ന് പേര് വിളിക്കാവുന്നതാണ്. സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം വിസ്തരിച്ചു. ഇങ്ങനെ 2-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകം തൊട്ട് അവസാനം വരെ 72-ാം ശ്ലോകം വരെ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെ ചുരുക്കി ഭഗവത്ഗീതയ്ക്ക് ഏറ്റവും ഉത്തമമായ ഭാഷ്യം രചിച്ചിട്ടുള്ള, വ്യാഖ്യാനം രചിച്ചിട്ടുള്ള, കമൻട്രി രചിച്ചിട്ടുള്ള ശങ്കര ഭഗവത്പാദർ പറഞ്ഞു തരുന്നുണ്ട്. എന്താ പറഞ്ഞു തരുന്നത്? ധർമ്മ ഉപദേശത്തെയാണ് ഭഗവാൻ ചെയ്തത്. എന്തുപദേശത്തെയാണ് ഭഗവാൻ ചെയ്തത്? ധർമ്മോപദേശത്തെ. ധർമ്മം എന്ന് പറഞ്ഞാൽ ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു യഹ സധർമ്മഃ. എല്ലാവരാലും എന്ന് പറഞ്ഞാൽ പരമമായ ശ്രേയസ് ജീവിതത്തിൽ കാക്ഷിക്കുന്ന എല്ലാവരാലും അനുഷ്ഠിക്കപ്പെടേണ്ടതായിട്ടുള്ള ധർമ്മത്തിൻ്റെ ലക്ഷണം എന്താ? ധർമ്മത്തിൻ്റെ ലക്ഷണം ജഗതഃ സ്ഥിതി കാരണം, ജഗത്തിൻ്റെ സ്ഥിതിയാകുന്നു. ഇവിടെ ധർമ്മമുണ്ടോ എന്ന് ചോദിച്ചാൽ ധർമ്മമുണ്ട്. എന്താ തെളിവ്? ഈ പ്രപഞ്ചം പരിരക്ഷിക്കപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് തെളിവ്. അത് സർവേശ്വരൻ്റെ ഉത്തരവാദിത്വമാണ്. ഭഗവാൻ അത് നിർവഹിക്കുന്നുണ്ട്. ആ കാര്യം 3-ാം അധ്യായത്തിൽ ഒരിടത്ത് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം.
ഇപ്പൊ സർവേശ്വരൻ ധർമ്മത്തെ ശ്രദ്ധിക്കുന്നു, പാലിക്കുന്നു. എന്താ തെളിവ്? ഇവിടെ എല്ലാം വ്യവസ്ഥയ്ക്കനുസരിച്ച് നടക്കുന്നുണ്ട്. കേട്ടില്ലേ? പഞ്ചസാര മധുരമായിരിക്കുന്നു, അഗ്നി ചൂടായിരിക്കുന്നു, സൂര്യൻ അതിൻ്റെ പ്രയാണത്തെ വീഴ്ചയില്ലാതെ നിർവഹിക്കുന്നു, ഭൂമി കൽപ്പിത അച്ചുതണ്ടിൽ സ്വയം ഭ്രമണം ചെയ്യുകയും സൂര്യനെ ഭ്രമണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ഇങ്ങനെ അനന്തമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സ്വന്തം ശരീരത്തിലേക്ക് ശ്രദ്ധിച്ചാൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ. ഇവിടെയൊക്കെ ഭഗവാന്റെ ധർമ്മ അനുഷ്ഠാനത്തെ നമുക്ക് പരിഗണിക്കാം. ജഗതഃ സ്ഥിതി കാരണം. ഭഗവാൻ ഈ അധ്യായത്തിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ അലസനായി കർമ്മം ചെയ്യാതിരുന്നാൽ ഒക്കെ അവതാളത്തിലാവും അർജുന. സങ്കരസ്യ ച കർത്താസ്യം ഉപഹന്യാമിമാ പ്രജാഹ. ഈ പ്രജകളെയൊക്കെ നശിപ്പിക്കുന്നവനായിട്ട് ഞാൻ മാറിപ്പോകും. കേട്ടില്ലേ? ഭഗവാൻ കടുക്കിട്ട വീഴ്ചയില്ലാതെ, നോട്ടക്കുറവില്ലാതെ ധർമ്മത്തെ പരിപാലനം ചെയ്യുന്നുണ്ട്. ജഗതഃ സ്ഥിതി കാരണം. പ്രാണിനാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഒച്ചിൻ്റെയും കൊതുകിൻ്റെയും മൂട്ടയുടെയും നായയുടെയും പുലിയുടെയും സിംഹത്തിൻ്റെയും ആനയുടെയും ഒന്നും കാര്യം ഇപ്പം നോക്കണ്ട. പ്രാണിനാം, നമ്മുടെയൊക്കെ കാര്യം പരിഗണിക്കുമ്പോൾ അഭ്യുദയ നിശ്രേയസ ഹേതു. അഭ്യുദയം ഉണ്ടാക്കുന്നതിന് ധർമ്മം സഹായകമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധർമ്മത്തെ അനുസരിച്ചാൽ അഭ്യുദയം ഉണ്ടാവും. ധർമ്മത്തെ അനുസരിച്ചാൽ അഭ്യുദയം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ കുളം ഉണ്ടായതുപോലെ, കേട്ടില്ലേ? നല്ലൊരു കൊളാരി, അതുപോലെ കാവിൻ്റെ പരിസരമൊക്കെ വൃത്തിയായി ഐശ്വര്യ സമ്പന്നമായി. ഇതൊക്കെ എങ്ങനെയാ? ധർമ്മം അനുസരിച്ചതുകൊണ്ട് സംഭവിച്ചത്. ചാമുണ്ടിക്കോട്ട എന്ന് പറഞ്ഞാൽ ഇന്ന് ലോക പ്രശസ്തമാണ്. എന്താ കാരണം? ഇവിടെ ഗംഭീരമായിട്ടുള്ള തെയ്യം സംഘടിപ്പിച്ചു. അങ്ങനെ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധയുണ്ടായി. അഭ്യുദയം. ഇങ്ങനെ എല്ലാവരും ധർമാവലംബികളായി കഴിഞ്ഞാൽ ഭൗതിക സമൃദ്ധി ഉണ്ടാവും. ഭൗതിക സമൃദ്ധി ഉണ്ടാവും. അതാണ് അഭ്യുദയം എന്ന വാക്കിന്റെ അർത്ഥം. മെറ്റീരിയൽ പ്രോഗ്രസ്. ഇനി അടുത്ത വാക്ക് നിശ്രേയസമാകും. എന്താ നിശ്രേയസം എന്ന് പറഞ്ഞാൽ അർത്ഥം? നിശ്രേയസം എന്ന് പറഞ്ഞാൽ മോക്ഷം. മോക്ഷം എങ്ങനെയാ സാധിക്കുക, സംഭവിക്കുക? അത് നിവൃത്തി മാർഗം കൊണ്ടാണ് സംഭവിക്കുക. എന്താ നിവൃത്തി മാർഗം? ഒരു നിവൃത്തികേട് വരുമ്പോൾ അവലംബിക്കുന്ന മാർഗം. കേട്ടില്ലേ? ഇനിയിപ്പോൾ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇനി എന്താ വഴി? അതാണ് നിവൃത്തി മാർഗം. ഇപ്പൊ ശങ്കരാചാര്യ പറയുന്നു, ധർമ്മത്തിന്റെ ലക്ഷണം ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു. ഈ ധർമ്മത്തെ രണ്ട് വഴിത്താരയിലാണ് ഉപദേശിച്ചു പോന്നിട്ടുള്ളത്. ജഗത്തിന്റെ സ്ഥിതി പരിപാലിക്കുക എന്നുള്ളത് ഭഗവാന്റെ ദൗത്യമാണ്. അത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അഭ്യുദയ വിഷയത്തിലുള്ള ഉപദേശം ആർക്ക് നൽകിയിട്ടുണ്ട്? അഭ്യുദയം കാക്ഷിക്കുന്നവർക്ക്, എനിക്ക് ഭൗതിക സമൃദ്ധി ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവർക്ക് ധർമ്മത്തിന്റെ പ്രവൃത്തി മാർഗം അവലംബിക്കാം. വ്യക്തമാവുന്നില്ലേ?
ഇനി മോക്ഷത്തെ ആഗ്രഹിക്കുന്ന, നിശ്രേയസത്തെ ലക്ഷ്യമിടുന്നവർക്ക് നിവൃത്തി മാർഗം ഉപദേശിച്ചിരിക്കുന്നു. ഈ ഉപദേശങ്ങളെ ചെയ്തത് ആരാണെന്നാണ് ശങ്കരാചാര്യരുടെ പക്ഷം? ആദിനാരായണനാണ്. ഈ ആദിനാരായണൻ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ശേഷം തസ്യ സ്ഥിതിം ചികീർഷു, ഈ ലോകത്തിൻ്റെ സുസ്ഥിതിയെ ലക്ഷ്യമാക്കിയിട്ടാണ് ധർമ്മത്തെ ഉപദേശിച്ചത്. 2 വഴിത്താരയിൽ ഉപദേശിച്ചു എന്ന് പറഞ്ഞല്ലോ. അത് ഏതൊക്കെയാ വഴിത്താര? ഒന്ന് പിതൃ പുത്ര പ്രപുത്ര പരമ്പരയായിട്ട് പ്രജാപതിമാർക്ക് ഉപദേശിച്ചു. നിവൃത്തി മാർഗമാകട്ടെ സനകാദികൾക്കാണ് ഉപദേശിച്ചത്. അവരിതിങ്ങനെ ഉപദേശിച്ചു പോന്നിട്ടുണ്ട്. അപ്പം ഈ 2 മാർഗങ്ങളെ കുറിച്ചാണ് 2-ാം അധ്യായത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് എന്നാണ് ശങ്കരാചാര്യർ ചുരുക്കി പറഞ്ഞിരുന്നത്. പ്രവൃത്തി മാർഗക്കാരെന്ത് ചെയ്യുന്നു? കർമാനുഷ്ഠാനത്തെ ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് എന്ത് ഫലം? കർമ്മഫലം കിട്ടും. പിന്നെയോ അഭിവൃദ്ധി ഉണ്ടാവും. അതുകൊണ്ട് ശങ്കരാചാര്യ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുന്നു. അതെന്താ? അത് സപ്പോസ് പ്രവൃത്തി മാർഗക്കാർക്ക് കർമ്മഫല സംബന്ധിയായി പ്രതീക്ഷ അറ്റുപോയി എന്ന് വിചാരിക്കുക. ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ ഒരു തോന്നൽ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ കർമ്മം ഉപേക്ഷിച്ച് പോവുകയാണോ വേണ്ടത്? അല്ല എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ശങ്കരാചാര്യ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം. പിന്നെ ഭഗവാൻ എന്താ പറയുന്നത്? ആ കർമ്മങ്ങളെ തന്നെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്തോളൂ, അഹങ്കാരത്തെ ഉപേക്ഷിച്ച് ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ ചെയ്യുന്ന കർമ്മം എന്താവും? കർമ്മയോഗമാവും. ആ കർമ്മയോഗം കൊണ്ട് നിശ്രേയസത്തിലേക്ക് ഉയരാൻ സാധിക്കും. ഇതാണ് 2-ാം അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. ശങ്കരാചാര്യർ ചുരുക്കി പറഞ്ഞു. ഇവിടെ കർമാനുഷ്ഠാതാവ് ഉള്ളിൽ ഇതിൻ്റെയൊക്കെ നിരർത്ഥകത ബോധ്യമായിട്ടുണ്ട്. എന്നാൽ രാഗദ്വേഷങ്ങളെ പൂർണ്ണമായിട്ട് ജയിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർ ഈശ്വരാർപ്പണ കർമ്മത്തിൻ്റെ മാർഗം അവലംബിക്കണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അർജുനനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാർപ്പണമായിട്ട് യുദ്ധം ചെയ്യുകയാണ് വേണ്ടത്. അത് ഉപേക്ഷിച്ച് പോയിക്കൂടാ. അതിനെന്താ കാരണം എന്നുള്ളത് നമ്മൾ ഈ അധ്യായത്തിൽ ശ്രദ്ധിക്കും. അതുകൊണ്ട് ഭഗവാൻ സ്പെസിഫിക് ആയിട്ട് അർജുനനോട് പറഞ്ഞു, തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ. അതുകൊണ്ട് അർജുന എഴുന്നേൽക്ക്, യുദ്ധത്തിന് നിശ്ചയം ചെയ്യൂ. പക്ഷെ അതേ ഭഗവാൻ തന്നെ കർമ്മത്തിലാണ് നിനക്ക് അധികാരം, നിനക്ക് അകർമ്മത്തിൽ താല്പര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ഭഗവാൻ തന്നെ ഹൃദയസ്ഥിതങ്ങളായ കാമനകളെയൊക്കെ വെടിഞ്ഞ് ആത്മാവിൽ തന്നെ അഭിരമിക്കുന്ന മഹാത്മാക്കളെ കുറിച്ച് ഏറെ പാടിയിരിക്കുന്നു 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത്. ശ്രേയസ് പ്രാർത്ഥിച്ച പാർത്ഥനോട്, ശ്രേയസ്സിന് വേണ്ടി അഭ്യർത്ഥിച്ച അർജുനനോട് ധ്യാനത്തിലൂടെ ആത്മനിഷ്ഠ നേടൂ എന്നല്ലേ ഭഗവാൻ പറയേണ്ടിയിരുന്നത്? പകരം യുദ്ധം ചെയ്യാൻ പറഞ്ഞില്ലേ? അത് ശരിയോ? അർജുനൻ പറയാണ്, ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു.
അർജുനൻ പറഞ്ഞതിനെ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. അതിനുശേഷം ഭഗവാൻ പറയുന്ന മറുപടിയിലൂടെ ആശയങ്ങൾ ഗ്രഹിക്കാം. പശ്ചാത്തലം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. അർജുനന്റെ ചോദ്യത്തിൻ്റെ പശ്ചാത്തലം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. ഇവിടെ നമ്മുടെ മുന്നിലുള്ളത് അഭ്യുദയത്തിൻ്റെ മാർഗവും നിശ്രേയസത്തിൻ്റെ മാർഗവും. എന്താ അഭ്യുദയത്തിൻ്റെ മാർഗം? എല്ലാ പ്രകാരത്തിലുള്ള സമൃദ്ധിയും നേടിയെടുക്കുക. ഈ നാട് ആ വിഷയത്തിൽ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടേ ഇല്ല ആരെയും. കേട്ടില്ലേ? പക്ഷെ എന്നിട്ടും മര്യാദയ്ക്കൊരു ബിസിനസ് നടത്തുകയാവട്ടെ, മര്യാദയ്ക്കൊരു വിളവെടുപ്പ് നടത്തുകയാവട്ടെ, മര്യാദയ്ക്ക് വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാവട്ടെ, ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് അങ്ങനെ തട്ടിമുട്ടി പോകുന്നു. സമൃദ്ധിക്ക് വേണ്ടി ആരും ഉത്സാഹിക്കുന്നില്ല. ഇത് വലിയ സങ്കടം. അഭ്യുദയത്തിന് വേണ്ടി ഉത്സാഹിക്കുന്നില്ല. പരമവൈരാഗ്യം വന്നതുകൊണ്ടാണെങ്കിലോ പിന്നെ നിശ്രേയസത്തിന് വേണ്ടി ഉത്സാഹിക്കും. ഇത് രണ്ടും കേട്ട അവസ്ഥ. അത് അപലപനീയമാണ് എന്ന് പറയും. അർജുനന്റെ ചോദ്യത്തിന്റെ പശ്ചാത്തലം എന്താണ്? എനിക്ക് ധ്യാനിച്ചിരുന്നാ കൊള്ളാന്നൊക്കെ ഉണ്ട്, എന്താ ഭഗവാൻ അതിന് അനുവദിക്കാത്തത്? എന്നോട് പറയുമ്പോൾ യുദ്ധം ചെയ്യാൻ പറയണു, എന്നിട്ട് ധ്യാനിച്ചിരിക്കുന്നവരുടെ മാഹാത്മ്യമൊക്കെ വർണ്ണിക്കുകയും ചെയ്യും. കേട്ടില്ലേ? നമ്മളിവിടെ ഇതിലെവിടെ നിൽക്കുന്നു? എനിക്ക് കുറെ കൂടിയൊക്കെ അനുഭവിക്കണമെന്നൊക്കെ ഉണ്ട് എന്നാണ് ബോധ്യമെങ്കിൽ അത് തന്നെ തുടരും. അവിടെ കർമ്മം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു നിഷ്കർഷയെക്കുറിച്ച് ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. ആർക്കും ദ്രോഹം ചെയ്യാത്തതായിരിക്കട്ടെ. ആവതും ഏത് കർമ്മത്തിലും ദ്രോഹം ഉണ്ടാവും എന്നുള്ളത്. സർവ ആരംഭാഹി ദോഷേണ ധൂമേന അഗ്നിഹി ഇവ ആവൃതാഹ എന്നൊരു വസ്തുതയുണ്ട്. എല്ലാ ആരംഭങ്ങൾക്കും കർമ്മങ്ങൾക്കും ദോഷമുണ്ട്, സൈഡ് എഫക്ട്സ്. ഏതുപോലെ? അഗ്നിയിൽ പുകയെന്ന പോലെ. പക്ഷേ കർമാനുഷ്ഠാതാക്കൾ എന്ത് ശ്രദ്ധിക്കണം? കഴിവതും അതിൻ്റെ ദൂഷ്യം കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അപരൻ ആപത്തും ഉപദ്രവം ചെയ്യാത്ത വിധം കർമ്മങ്ങൾ ചെയ്യുക, നേട്ടങ്ങൾ കൈവരിക്കുക. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പക്വത കൊണ്ട് വൈരാഗ്യം വന്നിട്ട് ഇതൊന്നുമല്ല എനിക്ക് വേണ്ടെന്ന് തോന്നിയാലോ ഓടിപ്പോകണ്ട, അവിടെ തന്നെ നിൽക്കൂ. കേട്ടില്ലേ? അക്കാര്യമാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. ധ്യാനിച്ചിരിക്കുന്ന ജ്ഞാനനിഷ്ഠന്റെ പ്രയോഗം ശ്രദ്ധിക്കണേ. ധ്യാനിച്ചിരിക്കുന്ന ജ്ഞാനനിഷ്ഠന്റെ നിർവൃതി കണ്ട് ആകർഷിക്കപ്പെട്ട് അട്രാക്റ്റഡ് ആയിട്ട് ലെറ്റ് മീ ഗോ ആൻഡ് മെഡിറ്റേറ്റ് എന്നാരും ചിന്തിച്ചു കളയരുത്. അങ്ങനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്താൽ ആ മെഡിറ്റേഷൻ ആവില്ല, മാഡിറ്റേഷൻ ആവുന്നതാണ്. ഭ്രാന്തായി പോകുന്നു. കേട്ടില്ലേ? ആ അപകടം വരാതിരിക്കാൻ വേണ്ടി നിർദ്ദിഷ്ട മാർഗത്തിൽ നമുക്ക് ചരിക്കാം. അങ്ങനെ തീരുമാനമെടുക്കൂ. ഇനി നമുക്ക് അർജുനന്റെ ചോദ്യം ശ്രദ്ധിക്കാം. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുനൻ ചോദിക്കേ. ഉവാച എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ചോദിക്കുന്നു. എന്താ ചോദിച്ചത്? ജായസി ചേത്ത്, ശ്രേയസി ചേത്ത്, ശ്രേഷ്ഠമാണ് എങ്കിൽ,
ശ്രേഷ്ഠമാണ് എങ്കിൽ എന്ത്? കർമ്മണഃ കർമ്മത്തേക്കാൾ, ബുദ്ധി ബുദ്ധി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, തേ മത അവിടുത്തെ അഭിപ്രായത്തിൽ, ഹേ ഭഗവാനെ അവിടുത്തെ അഭിപ്രായത്തിൽ കർമ്മത്തേക്കാൾ ശ്രേഷ്ഠം ജ്ഞാനമാണ് എന്നാണെങ്കിൽ, അർത്ഥം മനസ്സിലായില്ലേ? കർമ്മണഃ ബുദ്ധി ജായസി തേ മതാ ചേത്. കർമ്മത്തേക്കാൾ ജ്ഞാനമാണ് ശ്രേയസ്കരം എന്നാണ് അങ്ങയുടെ അഭിപ്രായം എങ്കിൽ, ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധ്യ ജനാർദ്ദന, ഹേ ജനാർദ്ദന, തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ, ഹേ കേശവ, കിം ഘോരേ കർമ്മണി മാം നിയോജയസി, ഭവാൻ എന്തിനാണ് എന്നെ ഘോരേ കർമ്മണി യുദ്ധകർമ്മത്തിൽ, ആയാസബഹുളമായ കർമ്മത്തിൽ, പൂ പറിക്കാനോ അല്ലെങ്കിൽ ദർഭ കുറച്ച് കൊണ്ടുവരാനോ മാല കെട്ടാനോ ഒന്നും അല്ല ഇപ്പൊ ഭഗവാൻ പറയണത്, പിന്നെയോ പോരാടാനാണ്. അങ്ങനെ ഒരു ഘോര കർമ്മത്തിൽ എന്നെ എന്തുകൊണ്ട് നിയോജയസി നിയോഗിക്കുന്നു? അർത്ഥം വ്യക്തമായോ? ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ഇവിടെ ജനാർദ്ദന ശബ്ദം കൊണ്ട് ഗംഭീരമായിട്ടുള്ള ഒരർത്ഥത്തെ ആലോചിക്കാമെന്ന് ഒരാചാര്യൻ പറഞ്ഞു തരുന്നു. എന്താ അത്? സർവജനൈ എല്ലാ ജനങ്ങളാലും, അർദ്ധ്യതേ യാച്യതേ യാചിക്കപ്പെടുന്നവൻ, സർവജനങ്ങളാലും യാചിക്കപ്പെടുന്നവനാണ് ആര്? ജനാർദ്ദനൻ. എന്തിനു വേണ്ടി യാചിക്കുന്നു? സ്വാഭിലാഷ സിദ്ധയെ, അവരവരുടെ അഭിലാഷം, അവരവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനായിക്കൊണ്ട് ആളുകൾ ഭഗവാനോട് യാചിക്കുന്നു. അങ്ങനെ യാചിക്കപ്പെടുന്നവൻ ആരോ അവൻ ജനാർദ്ദനൻ. ഇതി തഥാഭൂതം ത്വം, അപ്രകാരമുള്ള ഹേ ഭഗവാനെ, അതിഭക്തം മാം, അങ്ങയുടെ പരമഭക്തനായ എന്നെ, ശ്രേയസ്സാണ് വേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് അങ്ങയോട് പറഞ്ഞതാണ്, എന്നിട്ടും ഘോരകർമ്മത്തിലേക്ക് എന്തേ വലിച്ചഴിക്കുന്നു? ഇതാണ് ചോദ്യം. എങ്ങനെ നിയോഗിച്ചു? കർമ്മണ്യേവാധികാരസ്തേ ഇത്യാദി വിശേഷേണ പ്രേരയസി, കർമ്മത്തിലാണ് നിനക്ക് അർജുന അധികാരം, തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ എന്നിങ്ങനെയൊക്കെ എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നു. എന്തിന്? അടുത്ത ശ്ലോകം. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. വ്യാമിശ്രേണേവ വാക്യേന, വ്യാമിശ്രം എന്ന് പറഞ്ഞാൽ മിശ്രീകരിക്കപ്പെട്ട, കൂട്ടിക്കുഴച്ച രീതിയിൽ വാക്യങ്ങൾ പറഞ്ഞിട്ട്, ഇവിടെ കൂട്ടിക്കുഴച്ച രീതിയിൽ, രീതി കൂട്ടിക്കുഴച്ച പോലെ എന്നാണ് അർജുനൻ പറയുന്നത്. വ്യാമിശ്രേണേവ, വ്യാമിശ്രീകരിച്ചത് പോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങൊരു പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ റിസീവിങ് എൻഡിൽ കേട്ടില്ലേ, എൻ്റെ പക്ഷത്ത് ഞാൻ അങ്ങനെ സ്വീകരിച്ചു പോയതാവും. കുഴപ്പം ആരുടെയാ? എൻ്റേതാവാം. വ്യാമിശ്രേണേവ വാക്യേന, മിശ്രീകരിക്കപ്പെട്ട വാക്യങ്ങളാൽ, മിശ്രീകരിക്കപ്പെട്ടതുപോലെയുള്ള വാക്യങ്ങളാൽ, മേ ബുദ്ധി മോഹയസി ഇവ,
എൻ്റെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നത് പോലെ. ഇവ ശബ്ദം കൊണ്ട് പോലെ എന്നാണ് അർത്ഥം. അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അതാണ് എൻ്റെ അവസ്ഥ. മനസ്സിലായില്ലേ? ബുദ്ധി മോഹയസി ഇവ, ബുദ്ധിയെ മോഹിപ്പിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. വ്യാമിശ്രേണേവ വാക്യേണ ബുദ്ധിം മോഹയസീവ മേ. അതുകൊണ്ട് ഇപ്പൊ എന്താ വേണ്ടത് ഭഗവാനെ? തത് ഏകം വദ, അതിലൊന്ന് പറയണം, അതില് ഒന്ന് പറയണം. ശരി, ഏതാ പറയേണ്ടത്? വിരല് തൊട്ടോളൂ. അപ്പൊ ഒന്ന് ജ്ഞാനമാർഗം, മറ്റേത് യുദ്ധം ചെയ്യേണ്ട കാര്യം. തൊട്ടോളൂ എന്ന് തൊട്ട് തീരുമാനിക്കലല്ല, പിന്നെയോ തദേകം വധ നിശ്ചിത്യ, അങ്ങ് നിശ്ചയിക്കണം. എന്ത് മാനദണ്ഡം വെച്ചാണ് നിശ്ചയിക്കേണ്ടത്? ബൈ വിച്ച് യേന അഹം ശ്രേയ ആപ്നുയ, യാതൊന്നിനാൽ ഞാൻ ശ്രേയസിനെ പ്രാപിക്കുമോ അത് നിശ്ചയിച്ച് പറയണം. അല്ലാതെ നറുക്കിട്ടെടുത്താ പോരാ. കർമ്മം ജ്ഞാനം രണ്ടിലൊന്നെടുത്തോ എന്ന് നറുക്കിട്ട് തന്നാ പോരാ. പിന്നെയോ പ്ലീസ് തിങ്ക് ഫോർ മീ, യു ഹാവ് ടു തിങ്ക് അബൌട്ട് മീ. എൻ്റെ ഒരു പ്രകൃതവും എലിജിബിലിറ്റി, യോഗ്യത, ക്വാളിറ്റി, കേട്ടില്ലേ? ഇതൊക്കെ നിശ്ചയിച്ച ശേഷം അർജുന, നിന്റെയൊക്കെ പ്രകൃതം കണ്ടിടത്തോളം നിനക്ക് പറ്റിയ ഏർപ്പാട് ഇതാ എന്ന് പറഞ്ഞു തരണം. അർജുന ഇപ്പൊ ഈ ജ്ഞാനമാർഗം അത് തിരക്കടൊന്നുമില്ല, നല്ലതാ, അത് ചെയ്തു. കർമ്മയോഗം ഗംഭീര, വളരെ ഉപകാരം ചെയ്യും, എന്നാ പിന്നെ അത് ചെയ്തോളൂ എന്നിങ്ങനെ പറയരുത്. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് അർജുന, എന്റെ യോഗ്യത അനുസരിച്ച് ഇതാ നിനക്ക് പറ്റാ, പോ എന്ന് പറഞ്ഞു തന്നെ. ചോദ്യം വ്യക്തമായോ? ഈ ചോദ്യത്തിന്റെ പിറകിൽ അഭിനന്ദിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം ചോദ്യം ചോദിക്കാൻ തയ്യാറായി എന്നുള്ളത്. ചോദ്യം ചോദിക്കാൻ തയ്യാറായി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തനിക്ക് ആശയക്കുഴപ്പമുണ്ടായതിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തു എന്നുള്ളത്. ഭഗവാന്റെ ഉപദേശ സാമർഥ്യത്തെ അർജുനൻ ചോദ്യം ചെയ്യുന്നില്ല. ഇവിടെ ആശയക്കുഴപ്പത്തിന് കാരണം എൻ്റെ നോട്ടക്കുറവായിരിക്കും, എൻ്റെ വിവരമില്ലായ്മയായിരിക്കും എന്ന് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായി. മനസ്സിലായില്ലേ? മൂന്നാമത് ഇവിടെ അഭിനന്ദനാർഹമായിട്ടുള്ള വിഷയം, അർജുനൻ വിനയം പുലർത്തി എന്നുള്ളതാണ്. സ്വന്തം ആശയക്കുഴപ്പത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു, വിനയമുള്ളവനായി, എന്നാൽ ചോദ്യം ചോദിക്കാൻ സങ്കോചം കാണിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് സാധകർ. സ്വാമി ആദ്യം വിചാരിച്ച ഈ ഭയഭക്തി ബഹുമാനം എന്നുള്ളത് പുറമേന്ന് വന്ന ഒരാശയമാണ് എന്നാണ്. പക്ഷെ നമ്മുടെ ഇവിടെയുള്ള പല മഹാത്മാക്കളും അവരുടെ കൃതിയിലും ഈ ഭയഭക്തി ബഹുമാനം എന്നുള്ള പദം പ്രയോഗിച്ച് കാണുന്നു. അത് വാസ്തവത്തിലൊരു സുഖമില്ല. ഭക്തിയുള്ള ഇടത്ത് ഭയത്തിന് സാമാന്യേന സ്ഥാനം ഉണ്ടാവില്ല. കേട്ടില്ലേ? ഭക്തി സ്നേഹമുള്ള ഇടത്ത് എന്തും തുറന്ന് ചോദിക്കാനും അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെയുള്ള ഉത്സാഹമാണ് ഉണ്ടാവേണ്ടത്. സങ്കോചമില്ലാത്തവരായിരിക്കും. എന്നാൽ ധിക്കാരം ഉണ്ടാവാനും പാടില്ല. ധിക്കാരം ഉണ്ടാവുമ്പോൾ അറിവിന്റെ പ്രവാഹം തടസ്സപ്പെടും. അപ്പൊ വിനയമുണ്ടാവട്ടെ, നിസ്സങ്കോചതയും ഉണ്ടാവട്ടെ.
ആ പ്രയോഗം മനസ്സിലായില്ലേ? പലപ്പോഴും നമ്മൾ ചോദിക്കാനും അറിയാനും ഒക്കെ സങ്കോചം കാണിച്ചു കളയും. ഇനി ചിലരാണെങ്കിലോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തൻ്റെ ഒരു അറിവൊക്കെ ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടി. സ്വാമിജി, ഒരു ചെറിയ സംശയം. എനിക്ക് വലിയ വിവരമൊന്നുമില്ല, എന്നാലും ഇങ്ങനെയൊക്കെ ഉരുട്ടി പെരട്ടി എഴുന്നള്ളിച്ച് മാണ്ഡൂക്യോപനിഷത്തിൻ്റെ കാരികയിൽ ഒരു വിവരമില്ലാത്ത ആളെ മാണ്ഡൂക്യോപനിഷത്തിൻ്റെ കാരികയിൽ ഇങ്ങനെയുള്ള അഭിനയങ്ങളൊക്കെ അവസാനിപ്പിക്കുമെന്ന് പറയുക. ആ പ്രകടനം അല്ല കേട്ടോ വിനയം. വിനയം എന്ന് പറയുന്നത് തൻ്റെ അറിവിൻ്റെ മികവ് പ്രകടിപ്പിക്കാനുള്ള തത്രപ്പാടില്ലായ്മയാണ്. സംശയം ജെന്യൂനായിരിക്കുമ്പോഴാണ് വിനയാന്വിതമായ ചോദ്യമായിട്ട് അത് അവതരിപ്പിക്കപ്പെടും. എനിക്കിത് അറിയണം, ഇതെൻ്റെ യാത്രയിൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ആ വ്യക്തത ഉണ്ടാവും. ചിലർ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നതാണ്. എന്താ അത്? ഇതെനിക്ക് വേണ്ടി ചോദിക്കുകയല്ല, അതെ ഇവർ ഈ വിഡ്ഢി പരീക്ഷകളൊക്കെ കേട്ട് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ട്. ഇങ്ങനത്തെ നാട്യങ്ങളൊക്കെ അഭിനയിക്കുന്നവർക്ക് എന്തായാലും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം, ഉത്തരം പറയുന്നവർക്കും അറിയാം. എന്തിനാ അപഹാസ്യരാവണ്ട എന്ന് പറയാം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തത ഉണ്ടായിക്കോട്ടെ. പ്രാസംഗികമായിട്ട് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് സംഭാവനകൾ നൽകുമ്പോൾ സംഘടനയുടെ പ്രകൃതം അനുസരിച്ച് ഇപ്പം ട്രസ്റ്റുകൾക്കാണ് നമ്മൾ സംഭാവന നൽകുന്നത്, സൊസൈറ്റികൾക്കാണ് സംഭാവന നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടും അതിൻ്റെ റെസീറ്റ് ചോദിച്ചു വാങ്ങിയിരിക്കണം. കാരണം ട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത് പലരും ചേർന്ന് ജനോപകാരപ്രദമായ രീതിയിൽ ട്രസ്റ്റിന് അതിൻ്റെതായിട്ടുള്ള ഡീഡുണ്ട്, അത് നോക്കിയിട്ട്. അപ്പോൾ പല ട്രസ്റ്റുകളും ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ചാരിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കും. ഞങ്ങൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ട്രസ്റ്റ് ആകുന്നു. അങ്ങനെയാണെങ്കിൽ ആളുകൾ കൊണ്ടുതരുന്ന കാശ് കൃത്യമായിട്ട് റെസീറ്റ് ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ? അപ്പം ഞങ്ങൾ അങ്ങനെ ഇപ്പം ഞങ്ങൾക്കൊക്കെ തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പോധ് ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനത്തിന് തരുന്നു എന്നാണ്. അപ്പം അതിങ്ങനെ കൈക്കൂലി കൊണ്ട് തരുന്ന പോലെ തരേണ്ട കാര്യമില്ല. പിന്നെയോ ആചാര്യന്മാർക്ക് കൊടുക്കുന്നത്, അർപ്പിക്കുന്നത് ദക്ഷിണാ സമർപ്പണമാണ്. അതതിൻ്റെ സമ്പ്രദായത്തിൽ കാണുന്ന പോലെ ചെയ്യുക, ഒരു തെറ്റുമില്ല. ഞങ്ങൾക്ക് വാങ്ങിക്കാനും സങ്കോചമില്ല. കേട്ടില്ലേ? കാരണം അത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. ഓക്കെ. അത് കഴിഞ്ഞ് റെസീറ്റ് നൽകാൻ തുടങ്ങുമ്പോഴോ അതൊന്നും വേണ്ട എന്ന് വയ്ക്കണ്ട. ഇപ്പം സ്വാമി സൗകര്യത്തിന് വേണ്ടി റെസീറ്റുകൾ അടിച്ച് കയ്യിൽ കൊണ്ടു നടക്കുകയാണ്. അതിൻ്റെ കൗണ്ടർ ഫയലും കൂടി ഉണ്ടാവും. അപ്പം അത് നോട്ട് ചെയ്യും പിന്നീട് സൗകര്യം പോലെ. കയ്യോടെ അങ്ങോട്ട് കൊടുക്കാം. ഇല്ലാതെ ഇത് പിന്നെ പോയി എഴുതി അയക്കലൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, സമയത്തിന് സാധിക്കില്ല. അപ്പം കയ്യോടെ കൊടുക്കാനുള്ള ഒരു സമ്പ്രദായം. അപ്പം ഈ സമർപ്പിക്കുന്ന സമയത്ത് തുകയും കൂടി കവറിൽ എഴുതിയിട്ടുണ്ടെങ്കിലോ പെട്ടെന്ന് അത് നോക്കിയെടുത്തങ്ങോട്ട് കൊടുക്കാം, സൗകര്യമാണ്. ഇതൊരു ഡിസിപ്ലിനാണ്, ഫൈനാൻഷ്യൽ ഡിസിപ്ലിനാണ്. അത് നിർവഹിക്കാൻ നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത്. അപ്പം അതിൽ സങ്കോചം കാണിക്കേണ്ട എന്ന് പറയാം. സ്വാമിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഈ തിരക്കിനിടയിൽ ഇവർ തന്നു, അതിങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് നോക്കാൻ ബുദ്ധിമുട്ട്.
അപ്പോൾ ഒന്ന് നോക്കി, എന്നിട്ട് എടുത്തു കൊടുത്തു. അപ്പോൾ ഒരമ്മ വന്നിട്ട് പറഞ്ഞു, സ്വാമിജി ഒരു 500 രൂപ കുറച്ചാണ് സ്വാമി റെസീറ്റ് തന്നത്. അങ്ങനെ നിസ്സങ്കോചം പറയുന്നത്, നമ്മൾ കാശ് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രകാരത്തിൽ ലക്ഷ്മി ദേവി ഉപാസനയാണ്. അത് വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യണം. മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ വേണ്ടാത്ത കാര്യങ്ങൾക്ക് സങ്കോചം, വേണ്ട കാര്യങ്ങൾക്ക് സങ്കോചം ഇല്ലായ്മ, അത് ശരിയില്ല. ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ചോദ്യം ചോദിക്കുന്നതിൽ സങ്കോചം തോന്നേണ്ട കാര്യമില്ല. എന്താ ചോദ്യം എന്ന് പറയുന്നത്? നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരിടത്ത് എത്തിയിരിക്കുന്നു, പിന്നെ മുന്നോട്ട് പോകാനൊരു വഴി കിട്ടാത്തൊരവസ്ഥ. മനസ്സിലായില്ല? അപ്പൊ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കണം. അത് സവിനയം ചോദിക്കാം. വക്താവിനെ പരീക്ഷിക്കാനല്ല, അവരവരുടെ വിവരം വെളിവാക്കാനല്ല, കളിയാക്കാനല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. ഇതൊക്കെയാണ് അതിനെ സംബന്ധിക്കുന്ന ഒരു ജെന്യൂനിറ്റി. ഇത്രയും വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. എന്തായാലും അർജുനൻ ഭംഗിയായിട്ട് ചോദ്യം ചോദിച്ചു. നമുക്കും അറിയാൻ താല്പര്യമുള്ള വിഷയമാണ്. ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. യാതൊന്നിനാൽ ഞാൻ ശ്രേയസ്സിനെ പ്രാപിക്കുമോ അതേതാണെന്ന് നിശ്ചയിച്ച് പറഞ്ഞു തന്നാലും. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാൻ മറുപടി പറയുക. എന്താ ഭഗവാൻ പറയുന്നത് മറുപടി? ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ. ഇവിടെ ലോകം എന്ന് പറയുമ്പോൾ സാധകരുടെ ലോകം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാക്കിയുള്ളവരുടെ കാര്യം ഇവിടെ പരാമർശിക്കാനുള്ള സാധ്യതയില്ലല്ലോ. അസ്മിൻ ലോകേ, ശ്രേയസിനെ കാക്ഷിക്കുന്ന അഥവാ അഭിവൃദ്ധിയെ, ധാർമ്മികമായ രീതിയിൽ ചരിച്ച അഭിവൃദ്ധിയെ കാക്ഷിക്കുന്നവരുടെ ലോകത്തിൽ. അസ്മിൻ ലോകേ ദ്വിവിധാ നിഷ്ഠ, 2 പ്രകാരത്തിലുള്ള നിഷ്ഠയെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ. പുരാ എന്ന് പറഞ്ഞാൽ പണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ സർഗാദൗ, ഇന്നലെ മിനിഞ്ഞാന്നൊന്നല്ല, ഇതൊക്കെ സംഭവിച്ച അന്ന് തന്നെ. ഇവിടെ എന്താ അർത്ഥമാക്കുന്നത്? സൃഷ്ടിയോടൊപ്പം ധർമ്മവിഷയകമായ അറിവും പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. സൃഷ്ടിയോടൊപ്പം പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ സർഗാദൗ, സൃഷ്ടിയുടെ ആദ്യത്തിൽ തന്നെ അസ്മിൻ ലോകേ ദ്വിവിധാ നിഷ്ഠ, 2 പ്രകാരത്തിലുള്ള നിഷ്ഠയെ. നിഷ്ഠ എന്ന് പറഞ്ഞാൽ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്നതായ ജീവിതശൈലി. ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്ന ജീവിതശൈലി 2 പ്രകാരത്തിൽ പുരാ പ്രോക്ത, എന്നാൽ പറയപ്പെട്ടിട്ടുണ്ട്. കർമ്മണി പ്രയോഗമാണ്. മയാ പ്രോക്ത, എന്നാൽ പറയപ്പെട്ടിട്ടുണ്ട്. ഈ കർമ്മണി പ്രയോഗമൊക്കെ തോന്നുന്ന പോലെ പ്രയോഗിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ഭാഷാ വൈകൃതം വന്നു പോവാറുണ്ട്. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന എന്ന് പറയരുത്,
ഞങ്ങളാൽ എന്ന് പറഞ്ഞാലേ സംഘടിപ്പിക്കപ്പെടുന്നതെന്ന് പറയാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചില അച്ചടക്കങ്ങൾ ഭാഷാപരമായിട്ടുള്ള. പോട്ടെ, മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി. ഞങ്ങൾ സംഘടിപ്പിച്ചാന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി. ഇങ്ങനെ വളച്ചേട്ടാൻ മതി. എന്തായാലും ഇവിടെ ഭഗവാൻ ഉപയോഗിച്ചത് പക്ഷേ കർമ്മണി പ്രയോഗം നിയമാനുസൃതമാണ്. അസ്മിൻ ലോകെ ദ്വിവിധ നിഷ്ഠ, ഈ ലോകത്തിൽ 2 പ്രകാരത്തിലുള്ള നിഷ്ഠയെ പുരാപ്രോക്ത, പണ്ട് തന്നെ, മയ എന്ന് പറഞ്ഞാൽ എന്നാൽ, തൃതീയ, പ്രോക്ത പറയപ്പെട്ടിരിക്കുന്നു, എന്നാൽ പറയപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്നാൽ എന്ന് പറഞ്ഞാൽ ആരാൽ? സർവജ്ഞേന ഈശ്വരേണ. പാർത്ഥസാരഥി ദേവകി നന്ദനൻ കൃഷ്ണനല്ല. പിന്നെ ആരാൽ പറയപ്പെട്ടതാകുന്നു? സർവജ്ഞേന ഈശ്വരേണ പുരാ. സർവജ്ഞനായ ഈശ്വരനാൽ പണ്ടേക്ക് പണ്ടേ 2 വിധം നിഷ്ഠ പറയപ്പെട്ടിട്ടുണ്ട്. ക്ലിയർ? എന്തൊക്കെയാ നിഷ്ഠ? ജ്ഞാനയോഗേന സാഖ്യാനാം നിഷ്ഠ, കർമ്മയോഗേന യോഗിനാം നിഷ്ഠ. സാഖ്യന്മാർക്ക് ജ്ഞാനയോഗ നിഷ്ഠ, യോഗികൾക്ക് കർമ്മയോഗ നിഷ്ഠ. ഇത് വിഭജിച്ച് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ളതാവും. അടുത്ത ചോദ്യം, ഇവിടെ സാഖ്യന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? യോഗികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് നമുക്ക് ശ്രദ്ധിക്കാം. അതിനു മുമ്പ് ഭഗവാൻ അർജുനനെ അനഘ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. അനഘ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാപം ഇല്ലാത്തവനെ. അഘം പാപം, അനഘൻ അപാപി. ഇപ്പൊ ഭഗവാൻ അർജുനനെ പാപമില്ലാത്തവൻ എന്ന് പരിഗണിച്ചിരിക്കുന്നു. ഇത് നമുക്കൊക്കെ മാതൃകയാവട്ടെ. നമ്മൾ ആരെയാണ് ഏറ്റവും കൂടുതൽ പാപി എന്ന് വിളിക്കാറ്? ഓ വിളിക്കലില്ല. പാപി എന്ന് വിളിക്കലില്ല. പാപി എന്ന് പറയലില്ല എന്ന് തന്നെ ഉള്ളൂ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരെ പാപിന്ന്, മഹാപാപി എന്നാണ് പറയാ. ശരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ പാപി എന്ന് ആരെയാണ് ഗണിച്ചു പോരുന്നത്? സങ്കടകരമെന്ന് പറയട്ടെ, അവരവരെ തന്നെ. കേട്ടില്ലേ? അത് പ്രത്യക്ഷത്തിൽ അങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല എന്നേ. അവരവരെ കുറിച്ചൊരു വിശ്വാസമില്ല, അവരവരെ കുറിച്ചൊരു സ്നേഹമില്ല, അവരവരെ കുറിച്ചൊരു അഭിമാനമില്ലായ്മ. കേട്ടില്ലേ? അവരവരെ കുറിച്ചൊരു ആദരവില്ലായ്മ. ഇതൊക്കെ അഘം തന്നെയാകുന്നു. കേട്ടില്ലേ? പാപചിന്തയാണ്. ഇപ്പൊ ഇവിടെ ഭഗവാൻ ചൂണ്ടിക്കാണിച്ച മാതൃകയെ പിന്തുടർന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കാം. എന്താ തീരുമാനം? ഞാൻ ഒരിക്കലും എന്നെ ദുഷ്ടൻ എന്ന് ദുഷ്ടയെന്ന് കാണില്ല, പാപി എന്ന് ദ്രോഹി എന്ന് കാണില്ല. വേണ്ടാധീനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിനൊക്കെ അപ്പുറത്താണ് എൻ്റെ സ്വരൂപം. അതിനെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് ഊർജം ആർജിക്കാൻ സാധിക്കട്ടെ. സന്ദേശം വ്യക്തമാണോ? അതിനെക്കുറിച്ച് ആലോചിച്ച് ഊർജം ആർജിക്കണം. ഇതുപോലെ തന്നെ മറ്റുള്ളവർ എന്തൊക്കെ നോട്ടക്കുറവുകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും, വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും, ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലും, അതിനൊക്കെ അപ്പുറത്ത് അവരിൽ ഈശ്വരീയതയെ ദർശിക്കാൻ, പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം. ഈ 2 സന്ദേശം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. അഥവാ ഒരു സന്ദേശമായിട്ട് അവരവരെയും മറ്റുള്ളവരെയും പാപരഹിതരായി സർവേശ്വര പ്രകടനമായി കാണാൻ സാധിക്കട്ടെ. ഇങ്ങനൊരു തീരുമാനം എടുക്കൂ, കൊച്ചു കുട്ടികളെ പോലും. കേട്ടല്ലേ?
കൊച്ചുകുട്ടികളോടൊക്കെ നമുക്ക് ഉള്ളിൽ വലിയ ബഹുമാനം വേണം. അത് പ്രകടിപ്പിക്കണ്ട. ഒരച്ഛൻ മകൻ ഇങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ എണീറ്റ് നിന്നു. ഇപ്പൊ സ്വാമി വിചാരിച്ചു ഈ മക്കളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് കേട്ട് തെറ്റിദ്ധരിച്ചതാണോ? അച്ഛനോട് ചോദിക്കുമ്പോൾ അല്ല സ്വാമി, പേടിയായിട്ട് എണീറ്റ്. അവരോട് ബഹുമാനം ഉണ്ടാവട്ടെ. അത് പ്രകടിപ്പിക്കാനുള്ളതല്ല, ഉള്ളിൽ ശരിക്കും തോന്നണ്ട, ജെന്യൂനായിട്ട്. ക്ലിയർ? വനഘ പ്രയോഗം പ്രത്യേകം ഓർമ്മിക്കൂ. സാഖ്യനാരാണ്? സാഖ്യാനാം ആത്മബുദ്ധി പ്രാപ്തവതാം. ആത്മബുദ്ധിയെ പ്രാപിച്ചവരെയാണ് സാഖ്യന്മാരെന്ന് പറയുക. ആത്മബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരമാണ് എന്ന് ചിന്തിക്കുന്നവരല്ല, ഇന്ദ്രിയങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നവരല്ല, മനോബുദ്ധികളാണ് എന്ന് കരുതുന്നവരല്ല. ശരീരേന്ദ്രിയ മനോബുദ്ധികൾക്കപ്പുറത്ത് പരിലസിക്കുന്ന ചൈതന്യമാണ്, ബോധമാണ് ഞാൻ എന്ന് കരുതുന്നവരാണ് സാഖ്യന്മാർ. സാഖ്യന്മാരെ മനസ്സിലായോ? സാഖ്യാനാം വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാന. അവർ വേദാന്ത വിജ്ഞാനത്തിൽ വെൽ റൂട്ടഡ് നോളജ് ഉള്ളവരായിരിക്കും. വേദാന്ത വിജ്ഞാനത്തിൽ വെൽ റൂട്ടഡ് ആയിരിക്കും. ഇതാണ് അവരുടെ പ്രത്യേകത. അവരാണ് സാഖ്യന്മാർ. വേദാന്ത വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ അന്തം വേദാന്തം. വേദത്തിൽ കർമ്മം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അവസാന ഭാഗത്താണ് അറിവിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഇപ്പൊ വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്താണ്, ജ്ഞാനമാണ്. ലളിതമായിട്ട് അത്രയും മനസ്സിലാക്കാം. ആ ജ്ഞാനത്തിൽ ദൃഢത വന്നവരാണ് ആര്? സാഖ്യന്മാർ. പിന്നെയോ ജ്ഞാനഭൂമി ആരൂഢാനാം. ജ്ഞാനഭൂമിയിൽ ആരോഹണം ചെയ്തവരാണ്, ജ്ഞാനഭൂമിയിൽ കയറിയവരാണ്. ശുദ്ധാന്തക്കരണാനാം. അവരുടെ അന്തക്കരണം ശുദ്ധമാണ്. അന്തക്കരണം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി എന്ന് ലളിതമായിട്ട് മനസ്സിലാക്കാം. മനസ്സ്, ബുദ്ധി, ഇതിലെ അശുദ്ധി എന്താ? ഓർമ്മ വെച്ചോളൂ കേട്ടോ, പിന്നെയും പിന്നെയും വേണ്ടി വരും. എന്താ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അശുദ്ധി? രാഗദ്വേഷമാണ്. പറയൂ. രാഗദ്വേഷം. ഇന്നത്തെ സീജന്റെ ഭാഷയിൽ പറഞ്ഞ അതന്നെയല്ലേ ഭാഷ? സീജൻ അല്ലേ? ജെൻസിയാണ് തിരിച്ചു പറയുന്നത്. ജെൻസിയുടെ ഭാഷയിൽ പറഞ്ഞ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. അവരിങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര ലൈക്ക് കിട്ടി? ഇന്നത്തെ വീഡിയോയ്ക്ക് ഒറ്റ ലൈക്ക് ഇല്ല. ഞാൻ നിന്നോടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു. എന്ത് പറ്റി? ലൈക്ക് അടിച്ചില്ല. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. പക്ഷെ അത് ലൈക്ക് അടിക്കലല്ല, മറിച്ച് നമുക്ക് തോന്നുന്ന, ചിലതിനോട് തോന്നുന്ന ഇഷ്ടം, ചിലതിനോട് തോന്നുന്ന അനിഷ്ടം. ഇതാണ് അശുദ്ധി. അതെന്താ അതിനെ അശുദ്ധി എന്ന് പറയുന്നത്? അത് നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ സാഖ്യന്മാരെ മനസ്സിലായോ? എന്ന് പറയൂ. ആരാ സാഖ്യന്മാര്? ജ്ഞാനഭൂമികയിൽ കയറിയവര്, വേദാന്ത വിജ്ഞാനത്തിൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ളവര്, ശുദ്ധാന്തകരണന്മാര്, രാഗദ്വേഷം ഇല്ലാത്തവര്, ആത്മജ്ഞാനം നേടിയവർ. അവർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവരോട് ഭഗവാൻ എന്താ പറഞ്ഞത്? ആ ജ്ഞാനത്തിൽ നിഷ്ഠയുള്ളവരായിട്ടിരിക്കും. ഇനി ആർക്കാണ് കർമ്മയോഗം ഉപദേശിച്ചിരിക്കുന്നത്? യോഗികൾക്ക് എന്നാണ് ഇവിടെ വാക്കെങ്കിലും യോഗികൾ എന്നല്ല കേട്ടോ അവരെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ആരാണ് അവര്? അശുദ്ധ അന്ധകരണാനാം. മനസ്സിൽ നിറയെ രാഗദ്വേഷങ്ങളുടെ സ്വാധീനമുണ്ട്. കേട്ടില്ലേ? നന്നാവണം എന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ജന്മജന്മാന്തര വാസനകളുടെ ഈ ചില കിണറുകളിലൊക്കെ ഉപയോഗശൂന്യമായിട്ടുള്ള കിണറാവുമ്പോൾ അതിൽ പലതും കൊണ്ടുവന്ന് ആളുകൾ ഇടും. കേട്ടില്ലേ? അങ്ങനെയുള്ള
പൊട്ടക്കിണറുകളോ അല്ലെങ്കിൽ പൊട്ടക്കുളങ്ങളുടെയൊക്കെ സമീപത്ത് ചെന്നാൽ നിങ്ങളൊരു കാഴ്ച കാണും. എന്താ കാണുക? ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെയോ ഗിളുകിളു 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 ഗിളുകിളു. ഗ്യാസ് പലതൊക്കെ ഫോം ചെയ്തിട്ട് അതിങ്ങനെ വന്നിട്ട് പൊട്ടും. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ അന്ധകരണം. ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചതൊക്കെ എവിടെയോ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഗിളുകിളു ഗിളു 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 ഗിളു. ഐസ്ക്രീം കഴിച്ചാൽ അതൊക്കെ കഴിക്കാം. ഗിളു 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 ഗിളു. കേട്ടില്ലേ? അയാളെ പോയിട്ട് 4 ചീത്ത വിളിച്ചിട്ട് എൻ്റെ കാര്യം. അശുദ്ധാന്തകരണം. ജ്ഞാനഭൂമി അനാരൂഢാനാം. ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ജ്ഞാനഭൂമിയിൽ അവര് കേറിയിട്ടില്ല. കർമാധികാര യോഗിന. അവർക്ക് എന്തിലാ അധികാരം? കർമ്മത്തിലാണ് അധികാരം. അതുകൊണ്ടാണ് ഭഗവാൻ സ്പെസിഫിക് ആയിട്ട് അർജുനനോട് എന്ത് പറഞ്ഞത്? കർമ്മണിയേവ തേ അധികാരഃ. നിനക്ക് കർമ്മത്തിലാണ് അധികാരം. നീ പോയിട്ട് മെഡിറ്റേഷൻ ഒന്നും ചെയ്ത് കളയരുത്. നീ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അബദ്ധവും. ഓക്കെ. അവർക്ക് എന്ത് നിഷ്ഠയാണ് ഉപദേശിച്ചത്? കർമ്മയോഗേന നിഷ്ഠ. അവർ കർമ്മയോഗം ചെയ്യട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു. ഇവിടെ കർമ്മയോഗം ചെയ്യാൻ ആരോടാണ് പറയുന്നത്? ഇവരുടെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവര് എനിക്ക് നിറയെ പുത്രന്മാരുണ്ടാവട്ടെ, എനിക്ക് നല്ലൊരു വീട് കെട്ടാൻ സാധിക്കട്ടെ, എനിക്ക് ഒരു എന്താണ് ലംബോഗിനി കാറ് വാങ്ങിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നവര് അവരോടല്ല കേട്ടോ ഇത് പറയുന്നത്. അവരത് നേടിയെടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? മര്യാദയ്ക്ക് ചെയ്യട്ടെ, ആരെയും ഉപദ്രവിക്കാതെ ചെയ്യട്ടെ. അതാണ് അവർക്കുള്ള സന്ദേശം. പക്ഷെ ഇത് ആരാ? നമ്മളെ പോലുള്ളവർ. നമുക്കിപ്പോൾ അതൊന്നും താല്പര്യമില്ല ഒന്നുമല്ല, കിട്ടിയാൽ തിരക്കടൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് എല്ലാമായി എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവരാണല്ലോ ഇങ്ങനെ വന്നിരിക്കുക. അപ്പം നമുക്ക് വേണ്ടി തന്ന ഉപദേശം എന്താണ്? നിങ്ങൾ കർമ്മയോഗികളാവൂ. ശുദ്ധാന്തകരണന്മാർക്ക്, ആത്മജ്ഞാന നിഷ്ഠ ലഭിച്ചവർക്ക്, ജ്ഞാനഭൂമിയിൽ ആരോഹണം ചെയ്തവർ, അവരതിൽ തന്നെ നിരന്തരം വർദ്ധിക്കട്ടെ. അവർക്ക് ജ്ഞാനയോഗ നിഷ്ഠ, നമുക്ക് കർമ്മയോഗ നിഷ്ഠ. ഈ പിരിച്ചു പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ എത്ര കേമന്മാരാണ്. അർജുനന് മനസ്സിലായില്ല. അതുകൊണ്ട് ഭഗവാൻ അർജുനൻ അത് വ്യക്തമാക്കി കൊടുക്കട്ടെ എന്ന് പുറപ്പെട്ടിരിക്കുക. അടുത്ത ശ്ലോകം എന്താ? അത് ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സന്ന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ചൊല്ലിത്തരുന്ന പോലെ ചൊല്ലണം, അല്ലെങ്കിൽ സ്വാമിക്ക് സംശയവും. ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സന്ന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ന കർമ്മണാം അനാരംഭാത്. ധ്യാനിച്ചിരിക്കുക, ജ്ഞാനയോഗിയായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം വിരിഞ്ഞു വരുന്നു. എന്താ ചിത്രം? ഇല്ലേ? കണ്ണു അടച്ചോ, ഇല്ലെങ്കിൽ ചില ചിത്രങ്ങളിലൊക്കെ കണ്ണിങ്ങനെ ഭ്രൂമധ്യത്തിൽ ദൃഷ്ടി പതിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ഗോഷ്ഠികൾ കാണിക്കും. ഇപ്പം അങ്ങനെ ഒരു ഇരിപ്പ്. ചില ചിത്രങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ശരീരമൊക്കെ ഇങ്ങനെ എല്ലും തൊലിയൊക്കെ ആയിട്ട് ഞരമ്പൊക്കെ എടുത്ത് പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വരിക. ജ്ഞാനം എന്നൊക്കെ കേട്ടാലേ അങ്ങനെ ഇരിക്കുകയാണ് വേണ്ടത് എന്നുള്ള ചിന്ത വരുമ്പോൾ ഭഗവാൻ പറയുന്നു, എടോ അർജുന,
ന കർമ്മണം അനാരംഭാത്, കർമ്മങ്ങളുടെ ആരംഭമില്ലായ്മ കൊണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ ഒരു കാര്യം ഞാൻ പുതുതായിട്ട് ചെയ്യാൻ പോണില്ല. ന കർമ്മണം അനാരംഭാത്, കർമ്മങ്ങളെ ഒന്നും ആരംഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അർജുന, പുരുഷ, പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സാധകരും, നമ്മളെല്ലാം ഉദ്ദേശിച്ച് പറയാണ്, നമുക്കൊന്നും തന്നെ നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കാൻ പറ്റില്ല. ന കർമ്മണം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷ അശ്നുതേ, പുരുഷൻ നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കുന്നില്ല, കർമ്മത്തെ ആരംഭിക്കാതിരിക്കുന്നത് കൊണ്ട്. എന്ന് പറഞ്ഞാൽ നൈഷ്കർമ്മ്യം ലക്ഷ്യമാക്കിയിട്ട് ഒന്നും ചെയ്യാതിരിക്കാൻ തീരുമാനിച്ചു കളയരുത്. ഇവിടെ എന്താ നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ? നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, ആത്മാവിൻ്റെ അവസ്ഥ, നിഷ്ക്രിയാത്മ അവസ്ഥയാണ് നൈഷ്കർമ്മ്യം. ആത്മാവില് ക്രിയയില്ല, ആത്മാവില് ക്രിയയില്ല. ശ്രദ്ധിച്ച് കേൾക്കണ്ടോ? ഏതുപോലെ സൂര്യനിൽ ഉദയാസ്തമയമില്ല എന്ന് പറയണ പോലെ, സൂര്യനിൽ ഉദയാസ്തമയമില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ക്രിയയില്ല എന്ന് പറയുന്നത്. നമുക്ക് ക്രിയാനുഭവമുണ്ട്, കർമാനുഭവമുണ്ട്. ആ പ്രയോഗം മനസ്സിലായില്ലേ? നമ്മൾ കർമ്മങ്ങൾ കാണുന്നു, പലരും ചെയ്യുന്ന കർമ്മങ്ങൾ കാണുന്നു, ലോകത്തിൽ നടക്കുന്ന പല ചലനങ്ങളും കാണുന്നു. ഇനി ആവും പോലെയൊക്കെ നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട്. കേട്ടില്ലേ? ഇവിടെ തന്നെ വന്നിട്ട് വെറുതെ ഇരുന്നിട്ടൊന്നുമില്ല, കർമ്മം ചെയ്തു. ഇതൊന്നും പക്ഷെ ആത്മാവിലില്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ആത്മാവ് നൈഷ്കർമ്മ്യമാണ്, ജ്ഞാനി ധ്യാനിക്കുന്നവൻ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത് എന്ന മുൻവിധി ഉണ്ടാവുമ്പോൾ കർമ്മം ഉപേക്ഷിക്കുകയാണ് വേണ്ടതെന്ന് തോന്നിപ്പോകും. അപകടം മനസ്സിലായോ? ആത്മാവ് നൈഷ്കർമ്മ്യമാണ്, ആത്മാവിൽ കർമ്മമില്ല. ജ്ഞാനി ധ്യാനനിഷ്ഠൻ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. ഈ മുൻവിധി വരുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കാൻ തീരുമാനിച്ചു കളയും. അത് തെറ്റ്. ഓക്കെ, വകതിരിച്ച് പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിൽ ഉറപ്പിക്കും. ശരീരം കൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിന് നിഷ്ക്രിയാവസ്ഥ എന്നാ പറയും. നിഷ്ക്രിയാവസ്ഥ നൈഷ്കർമ്മ്യമല്ല. നിഷ്ക്രിയാവസ്ഥ നൈഷ്കർമ്മ്യമല്ല. നൈഷ്കർമ്മ്യം എന്താവുന്നു? ആത്മാവിൻ്റെ അവസ്ഥയാണ്. അത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ട. ഞാൻ അടങ്ങിയിരുന്നിട്ട് നൈഷ്കർമ്മ്യ സ്ഥിതി പ്രാപിക്കട്ടെ എന്നാരും പറയരുത്. നിങ്ങൾ അടങ്ങിയിരിക്കുന്നതോ ഓടി നടക്കുന്നതോ ആത്മാവിൻ്റെ നൈഷ്കർമ്മ്യത്തെ ബാധിക്കുന്നില്ല. മനസ്സിലാവണില്ലേ? അത് അറിയേണ്ട വിഷയ. ആത്മാവിൻ്റെ നൈഷ്കർമ്മ്യാവസ്ഥ അറിയേണ്ട വിഷയമാണ്, ചെയ്യേണ്ട വിഷയമല്ല, ചെയ്യാതിരിക്കേണ്ട വിഷയമല്ല. വ്യക്തമുണ്ടോ? വ്യക്തമുണ്ടോ? ഇപ്പൊ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ആത്മാവിൻ്റെ നൈഷ്കർമ്മ്യാവസ്ഥ, ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ നൈഷ്കർമ്മ്യാവസ്ഥയൊക്കെ ചോർന്നുപോയി, രണ്ടുമില്ല. കേട്ടില്ലേ? ആത്മാവിൻ്റെ നൈഷ്കർമ്മ്യാവസ്ഥ അറിയേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ എന്തു പറഞ്ഞിരിക്കണു? കർമ്മങ്ങളെ ആരംഭിക്കാതിരിക്കുന്നത് കൊണ്ട് ഒരാൾ നൈഷ്കർമ്മ്യ സ്ഥിതിയെ പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കണം. ആ വരി മനസ്സിലായോ? ന കർമ്മണാം അനാരംഭാത് പുരുഷ നൈഷ്കർമ്മ്യം അശ്നുതേ.
നച സന്യാസനാദേവ. വേറൊരു കാര്യം നമ്മൾ കേട്ടത് സന്യാസത്തെക്കുറിച്ചാണ്. മോക്ഷം വേണ്ടവരെന്ത് ചെയ്യണം? ഒക്കെ സന്യസിച്ചു പോകണം. എന്താ സന്യസിക്കേണ്ടത്? വീട്, കുടുംബം, ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ സന്യസിച്ചിട്ട് പോകണം എന്നും നമ്മൾ കേട്ടിരിക്കണം. ഇവിടെ ഭഗവാൻ എന്താ പറയുന്നത്? സന്യസനാദേവ, സന്യസിച്ചതുകൊണ്ട് മാത്രം സിദ്ധിയെ പ്രാപിക്കുന്നില്ല, ആത്മാവിൻ്റെ നൈഷ്കർമ്മ്യാവസ്ഥയെ പ്രാപിക്കുന്നില്ല. കേട്ടില്ലേ? സന്യാസം, സന്യസിക്കണം എന്നുള്ള ഒരു മുൻവിധി. സന്യാസത്തെക്കുറിച്ച് എന്ത് മനസ്സിലാക്കിയിരിക്കണമെന്ന് ചോദിക്കുക. എന്താ സന്യാസം എന്ന് പറഞ്ഞാൽ? ജ്ഞാനമാണ് സന്യാസം. ജ്ഞാനമാണ് സന്യാസം. എന്ത് ജ്ഞാനം എന്ന് ചോദിച്ചാൽ ഒന്നും ത്യജിക്കാനില്ല എന്ന അറിവ് എന്നാണ് അർത്ഥം. അതിൻ്റെ വിശദാംശത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്തായാലും സന്യാസത്തെ തെറ്റിദ്ധരിച്ച് അർജുനൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അമ്പും വില്ലും ഒക്കെ വലിച്ചെറിഞ്ഞ് കാവി ഉടുത്ത് അർജുനൻ ഹിമാലയത്തിലേക്ക് പോയി എന്ന് വിചാരിക്കുക. അതിനെ സന്യാസം എന്ന് വിളിക്കാൻ പറ്റും. ആ വിഡ്ഢിത്തം നമുക്കൊന്നും തോന്നാതിരിക്കട്ടെ, ഉപേക്ഷിച്ചു പോകാൻ തോന്നാതിരിക്കട്ടെ. ഓക്കെ, എന്താ ന്യായം? ജന്മാന്തരേവ അനുഷ്ഠിതാനാം ഉപാത്ത ദുരിതക്ഷയ ഹേതുത്വേന സത്വശുദ്ധി കാരണാനാം കർമ്മണാം അനാരംഭാത്. കർമ്മങ്ങളുടെ അനാരംഭം കൊണ്ട്. ഈ കർമ്മങ്ങൾ എന്താണ് എന്നാണ് വ്യാഖ്യാതാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. കർമ്മങ്ങൾ എന്താണ്? കർമ്മം ശുദ്ധിക്കുള്ള ഉപായമാണ്. എന്ത് ശുദ്ധിക്കുള്ള ഉപായം? അന്ധക്കരണ ശുദ്ധിക്കുള്ള ഉപായം. അന്ധക്കരണം എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? പറഞ്ഞു തന്നതാ. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നും കൂടി ഉണ്ട്. അത് കുറച്ചുകൂടി സട്ടിൽ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പറയണ്ട. മനസ്സ്, ബുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതി. അതാണ് അന്ധകരണം. അന്ധകരണത്തിന്റെ അശുദ്ധി എന്താണ്? രാഗദ്വേഷം. ചിലതിനോട് ഇഷ്ടം തോന്നാം, ചിലതിനോട് ഇഷ്ടക്കേട് തോന്നാം. ഇത്രയല്ല, ഇത് അശുദ്ധിയാണ്. അതെന്തുകൊണ്ടാണ് അതിനെ അശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് കാണാം. അപ്പൊ ഇവിടെ അശുദ്ധി എങ്ങനെ വരുന്നു? ജന്മാന്തരേവ അനുഷ്ഠിതാനാം ഉപാത്ത ദുരിതം. ജന്മജന്മാന്തരങ്ങളിൽ അനുഷ്ഠാനം ചെയ്തിട്ടാണ്, കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ്, ഫലമൊക്കെ ആഗ്രഹിച്ച് കർമ്മം ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടായത്? രാഗദ്വേഷം ഉണ്ടായത്. കേട്ടില്ലേ? ജന്മാന്തരങ്ങളിൽ ചെയ്ത കർമ്മമൊക്കെ അടിഞ്ഞുകൂടി കിടക്കുക. ചെയ്ത കർമ്മമൊക്കെ പുറത്തല്ലേ. ഈ അടിഞ്ഞുകൂടി കിടക്കുന്ന കാര്യം എന്താന്ന് പറയുന്നതെന്ന് അറിയാമോ? പുറമെ കർമ്മം ചെയ്തിട്ട് അതിൻ്റെ ഫലം ഉരുത്തിരിഞ്ഞ് വരുന്ന സമയത്ത് കൊള്ളാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അതിനോട് പ്രതികരിച്ചതൊക്കെയാണ് ഇവിടെ അടിഞ്ഞുകൂടുന്നത്. മനസ്സിലാവണില്ലേ? ഇപ്പോൾ ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഫയല് അതിലിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകും. ശരിയല്ലേ? പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഫോൺ ഫങ്ഷൻ ചെയ്യാതാവും, ഹാങ് അപ്പ് ആയി പോകും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ നമ്മളോട് പറയും. കുറേയൊക്കെ ആവശ്യമില്ലാത്തതാണ്. ഇതുപോലെ നമ്മൾ കർമ്മം ചെയ്യുമ്പോഴൊക്കെ, അത് വാക്കുകൊണ്ടായാലും ശരി, മനസ്സുകൊണ്ടായാലും ശരി, കർമ്മം ചെയ്യുമ്പോഴൊക്കെ ഉള്ളിൽ വാസനകൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുക. അങ്ങനെ നമ്മൾ കുറേ കാലം കർമ്മം ചെയ്തുകൊണ്ട് എന്തായി? ഒരുപാട് ജന്മങ്ങൾക്കുള്ള ദുരിതം സ്വരൂപിച്ചിരിക്കുക. ഇപ്പം നമ്മളാരും ധനമില്ലാത്തവരല്ല കേട്ടോ, വാസനാധനമുണ്ട്.
എത്ര ജന്മം വേണമെങ്കിലും കൊണ്ടു നടക്കാൻ. കേട്ടില്ലേ? അതവിടെ കിടക്കുന്നത് കൊണ്ടോ ഇപ്പം നമുക്ക് വലിയ ശല്യമുണ്ട്. താൻ സ്വസ്ഥായിട്ടിരിക്കാൻ പറ്റില്ല. അതന്നെ കേട്ടില്ലേ? രാഗദ്വേഷമായിട്ട് അതിങ്ങനെ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും, വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഈ ചിത്രം വ്യക്തമായോ? പറയൂ. ആ ദുരിതത്തെ മുഴുവൻ ക്ഷയഹേതുത്വേന, അതിനെ ക്ഷയിപ്പിക്കാൻ സാമർഥ്യമുണ്ട്. ഏതിന്? കർമ്മത്തിന്. സ്വാമി, ഓ, കർമ്മം കൊണ്ടല്ലേ ഇതുണ്ടായത്? അതെ. എന്നിട്ട് അതിനെ ക്ഷയിപ്പിക്കാൻ കർമ്മം. അതേതാ ഡിപ്പാർട്ട്മെന്റ്? മുള്ളുകൊണ്ട് മുള്ളിനെ എടുക്കുന്ന പരിപാടിയാണ്. ഒരു മുള്ള് തറച്ചു കഴിഞ്ഞാൽ മുള്ളിനെ എടുക്കാൻ എന്ത് ചെയ്യും? വേറൊരു മുള്ള് ഉപയോഗിക്കും. അതുപോലെയുള്ള പരിപാടി. വാസനകൾ ഉണ്ടായത് എങ്ങനെയാ? കർമ്മം കൊണ്ട്. ആ വാസനകൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ വേട്ടയാടുന്നു? രാഗദ്വേഷങ്ങളായിട്ട്, സ്വൈരക്കേടായിട്ട്. ഓക്കെ, എന്താ പരിഹാരം? കർമ്മം. യെസ്. അങ്ങനെയുള്ള കർമ്മങ്ങളെ ആരംഭിക്കാതിരിക്കുന്നത് കൊണ്ട്, ആ കർമ്മങ്ങൾ ചെയ്താൽ എന്താ ഗുണം? സത്വശുദ്ധി ഉണ്ടാവും, അന്ധകരണ ശുദ്ധി ഉണ്ടാവും. അതുകൊണ്ട് എന്താ ഗുണം? തത്കാരണത്വേന ജ്ഞാനനിഷ്ഠ നേടാൻ സാധിക്കും. ഇതിനൊക്കെ ഹേതുവായ കർമ്മണാം അനാരംഭാത് അനനുഷ്ഠാനാത്ത് നൈഷ്കർമ്മ്യം ജ്ഞാനയോഗേന നിഷ്ഠ ആത്മസ്വരൂപേണ ഏവ അവസ്ഥാനം പുരുഷ ന അശ്നുതേ. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ആത്മാവിൻ്റെ നൈഷ്കർമ്മ്യ അവസ്ഥയാവട്ടെ ജ്ഞാനനിഷ്ഠയാകട്ടെ പുരുഷൻ പ്രാപിക്കാൻ പോകുന്നില്ല. വ്യക്തമായോ? വ്യക്തമായോ? അപ്പോൾ അന്ധകരണത്തിലെ അശുദ്ധി കളയാനുള്ള ഉചിതമായ മാർഗമാണ് കർമ്മത്തിൻ്റെ മാർഗം. അപ്പം നമുക്ക് കുറേ ചോദ്യങ്ങളൊക്കെ വരും, അതിനൊക്കെ ഭഗവാൻ ഉത്തരം തരും. ആ കർമ്മത്തെ ഉപേക്ഷിച്ച് കളയരുതേ. ക്ലിയർ? ഇപ്പം നേരത്തെ മനസ്സിലാക്കിയതിനേക്കാൾ കുറച്ചുകൂടി മനസ്സിലായോ? ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഇവിടെ സിദ്ധി ശബ്ദവും നൈഷ്കർമ്മ്യ ശബ്ദവും ഒരേ അർത്ഥത്തിൽ പ്രയോഗിച്ചതാണ്. ഇപ്പം ഇവിടെ അർജുനന്റെ ചോദ്യം എന്തായിരിക്കണം? ഏതൊരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭഗവാൻ ഉത്തരം പറഞ്ഞത് എന്നാണെങ്കിൽ, മാം ച ബന്ധകാരണേ കർമ്മണി ഏവ നിയോജയസീതി വിഷണ്ണമാനസം. എന്നെ ഈ ബന്ധനകാരിയായിട്ടുള്ള കർമ്മത്തിൽ അങ്ങ് നിയോഗിക്കുന്നുവല്ലോ ഭഗവാനെ എന്ന് വിഷമിക്കുന്ന അർജുനനോടാണ് ഭഗവാൻ പറഞ്ഞത്. മാത്രമല്ല, അർജുനൻ എന്ത് തീരുമാനിച്ചു? കർമ്മന ആരഭേ, ഞാൻ കർമ്മം ആരംഭിക്കുന്നില്ല. പിന്നെ എന്താ ഭാവം? സന്യസിക്കാനാ ഭാവം എന്ന് പറയുന്ന അർജുനനോട് ഭഗവാൻ പറയുന്നു, നത്തിങ് ഡൂയിങ്. കേട്ടില്ലേ? ന കർമ്മണാം അനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ക്ലിയർ? എടോ അർജുന, കിരീടം രാജാവിന് ഭൂഷണാണ് എന്ന് വിചാരിച്ചിട്ട് കിരീടം തലയിൽ വെച്ചവരൊക്കെ രാജാക്കന്മാരാവില്ല. ഇതുപോലെ ജ്ഞാനിക്ക് സന്യാസ ലിംഗങ്ങളൊക്കെ ചേരും എന്ന് വിചാരിച്ചിട്ട് സന്യസിച്ചവര് ജ്ഞാനികളായിക്കൊള്ളുന്നില്ല. ക്ലിയർ? നച്ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. അമ്പും വില്ലും വലിച്ചെറിഞ്ഞ സന്യാസിയാവില്ല അർജുന. താൻ അമ്പും വില്ലും വലിച്ചെറിഞ്ഞിട്ട് എങ്ങോട്ടേക്കാ പോവുക? ഹിമാലയത്തിൽ പോവും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും? അവിടെ മാമുണ്ണണെങ്കിൽ പിന്നെ ഭിക്ഷ യാചിക്കണം. ഈ ഭിക്ഷ യാചിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടുകാർ ചോദിക്കും, നാണാവില്ലേ ഇങ്ങനെ തെണ്ടി നടക്കാൻ? നല്ല മേക്കരുത്തുണ്ടല്ലോ. അർജുൻ്റെ സ്വഭാവം പുറത്തു വരും, രാഗദ്വേഷം പുറത്തു വരും. ദി തള്ളൻ സൂക്ഷിച്ച് സംസാരിക്കണേ, ഞാൻ ആരാന്നാ വിചാരം. കേട്ടില്ലേ? ഒക്കെ പാടെ പുറത്തു വരണ കണ്ടില്ലേ? ലോകൈക ധനുർധരനായ പാർത്ഥനെ, അല്ലാതെ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപിയായിട്ടുള്ള ആത്മാവാണ് ഞാൻ എന്നൊന്നല്ല. കേട്ടില്ലേ? അപ്പൊ ആ നിഷ്ഠ വരാതിരിക്കുമ്പോൾ കർമ്മം ഉപേക്ഷിച്ച് പോയിട്ട് ഒരു കാര്യമില്ല അർജുന.
പോരാ. ഇനി ഒരു ന്യായവും കൂടി. കസ്മാത് പുനഃ കാരണാത്ത് കർമ്മസന്യാസമാത്രാദേവ ജ്ഞാനരഹിതാത് സിദ്ധിം നൈഷ്കർമ്മ്യലക്ഷണം പുരുഷഃ ന അധിഗച്ഛതി ഹേത്വാകാംക്ഷായ ആഹ. ഇവിടെ വേറെ ഒരു സംശയം വരുന്നു. എന്താ അത്? കസ്മാത് പുനഃ കാരണാത്, എന്ത് കാരണം കൊണ്ടാണ്? കർമ്മസന്യാസമാത്രാദേവ, കർമ്മസന്യാസം കൊണ്ട് മാത്രം സിദ്ധിയെ കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അവിടെ കർമ്മസന്യാസം കൊണ്ട് മാത്രം എന്ന് പറഞ്ഞപ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ജ്ഞാനരഹിതാത്, ജ്ഞാനമില്ല, കർമ്മസന്യാസം മാത്രമേ ഉള്ളൂ. കേട്ടില്ലേ? കല്യാണമൊക്കെ കഴിച്ച് കുടുംബം പോറ്റാനൊരു ഉത്സാഹം കുറഞ്ഞു. എന്താ കാരണം? അതിനൊരുപാട് ഓടി നടക്കണേ, അതിനൊന്നും വയ്യ, അബദ്ധമായിപ്പോയി, എന്നാ സന്യസിച്ച് കളയാൻ തീരുമാനിച്ചു. ചെയ്തുകൊണ്ട് കാര്യമില്ല എന്നറിയാം. അവിടെ ജ്ഞാനം നേടിയിട്ടുണ്ടോ എന്നാ ചോദ്യം. അപ്പൊ കർമ്മസന്യാസനാത്തേവ എന്ന് പറഞ്ഞില്ലേ? അവിടെ ഏവ ശബ്ദം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? വെറും കർമ്മസന്യാസത്തെ ചെയ്തതുകൊണ്ട് മാത്രം. ജ്ഞാനരഹിതനാണെങ്കിൽ ഫലമില്ല. അപ്പൊ ജ്ഞാനമാണ് മുഖ്യം എന്നർത്ഥം. ആ വിഷയത്തിൽ ഭഗവാൻ മറുപടി പറയുന്നു. എന്താ ഭഗവാൻ പറയുന്ന മറുപടി? നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഃ സർവേപി ലോകഃ. എല്ലാവരുടെ കാര്യത്തിലും ഒരു പൊതുവിഷയമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. സർവരുടെ കാര്യത്തിൽ എന്താ വിഷയം? പ്രകൃതിജൈഹി ഗുണൈഹി, പ്രകൃതിജ ഗുണങ്ങളാൽ. എന്താ പ്രകൃതിജ ഗുണം എന്ന് പറഞ്ഞാൽ? ത്രിഗുണം എന്നർത്ഥം. സത്വം, രജസ്, തമസ്. ഈ ഗുണത്താൽ, ഈ ഗുണങ്ങളാൽ, സത്വം, രജസ്, തമസ്, ഈ മൂന്ന് ഗുണത്താൽ എല്ലാവരും അവശരാണ്, നിസ്സഹായരാണ്. പ്രകൃതിജൈഹി ഗുണൈഹി. ഈ അവശത്വം എല്ലാവരും മനസ്സിലാക്കണം. അടങ്ങിയിരിക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കേട്ടില്ലേ? എന്താ ഭഗവാൻ പറയണത്? കശ്ചിത ക്ഷണമാവി, ഒരു ക്ഷണം പോലും ഒരാൾക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇതാ ഞാൻ വെറുതെ ഇരിക്കണ്ടല്ലോ, ശരീരം കൊണ്ട് വെറുതെ ഇരിക്കുന്നല്ലോ. കേട്ടില്ലേ? വേറെ ഒരുപാട് നടക്കുന്നുണ്ട് പരിപാടി. ക്ലിയർ? നാഹി കശ്ചിക്ഷണമപി, ഒരു ക്ഷണം പോലും ഒരാൾക്കും, ജാതു നിശ്ചയമായിട്ടും, തിഷ്ഠതി അകർമ്മകത, ഒരാളും ഒരു ക്ഷണം പോലും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. കാര്യതേഹി അവശഃ, അവശമായിട്ട് അവര് ചെയ്യുന്നു. പ്രകൃതിജൈർ ഗുണൈഹി കാര്യതേ, പ്രകൃതിജ ഗുണങ്ങളാൽ അവര് ചെയ്യപ്പെടുന്നു. ആര്? എല്ലാവരും. ഇതിന്ന് വിട്ടു നിൽക്കുന്നവരില്ലേ? ഉണ്ട്. ജ്ഞാനികൾ, അവരുടെ കാര്യം ഇവിടെ പറയുന്നില്ലേ? ജ്ഞാനികളെ ഇത് ബാധിക്കില്ല, ഓഫ് കോഴ്സ്. അല്ലാത്തവരെയൊക്കെ വാസനകൾ ബാധിക്കുന്നുണ്ട്. നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശഃ. നമ്മൾ ഈ വിഷയത്തിൽ എല്ലാവരും നിസ്സഹായരാണ് എന്ന് ഓർമ്മിക്കണം. എല്ലാം ഉപേക്ഷിച്ച് ഹിമാലയത്തിൽ പോയാൽ അവിടെ നിങ്ങൾ വേറൊരു കുടുംബം കെട്ടിപ്പടുക്കും. കാരണം ഈ വാസനയും കൊണ്ടാണ് ഈ പോണത്. മനസ്സിലാവില്ലേ? ഉറപ്പാണ്. നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവഃ പ്രകൃതിജൈഹി ഗുണൈഹി. പ്രകൃതിജ ഗുണങ്ങളാൽ എല്ലാവരും അവശരായിട്ട് കർമ്മം ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ആശയം വ്യക്തമായോ? ഇനി ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുക. എന്താ അവകാശപ്പെടുന്നു? ഞാനിതാ ഒന്നും ചെയ്യാതിരിക്കണു. ഒന്നും ചെയ്യാതിരിക്കുന്നു അല്ല, ഞാൻ ധ്യാനിച്ചിരിക്കുക. ഭഗവാൻ അയാളെ വന്ന് സ്കാൻ ചെയ്ത് നോക്കി.
എന്നിട്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങി വായിച്ചു നോക്കുമ്പോൾ അതിൽ മഹാധ്യാന യോഗി എന്നാണോ എഴുതിയത്? അല്ല. പിന്നെ എന്താ എഴുതിയത്? മിഥ്യാചാരൻ. കണ്ടാ തോന്നില്ലേ? കണ്ടാ കേമായിട്ട് ധ്യാനിച്ചിരിക്കുന്ന ആളാ. പക്ഷെ ഭഗവാന്റെ സർട്ടിഫിക്കറ്റിൽ എന്താണ്? മിഥ്യാചാരൻ. അതെന്തു പറ്റി? വെറുതെ ഇരിക്കാമെന്ന് അവകാശപ്പെടരുതേ. വേണ്ടാതീനം കാണിക്കാതിരിക്കൂ. കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യതേ. സ മിഥ്യാചാരഃ ഉച്യതേ. അവൻ മിഥ്യാചാരനെന്ന് പറയപ്പെടുന്നു. ആരാണവൻ? നാളെ പറയാം. കേട്ടില്ലേ? ഇപ്പൊ കർമ്മം ഉപേക്ഷിക്കുന്ന വിഡ്ഢിത്വമൊന്നും ആരും കാണിച്ചു കളയരുതേ എന്നാണ് ഭഗവാന്റെ ജാഗ്രതപ്പെടുത്തൽ. ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് സുഗമമായ മാർഗമാണ്. ലക്ഷ്യബോധത്തോടെ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും. ഭഗവാനെ ഇത് പിന്നെ വാസന ഉണ്ടാക്കില്ലേ? അതിനൊരു തന്ത്രമുണ്ട് അർജുന. ചക്ക മുറിക്കുമ്പോ അതിന്റെ എന്താ പറയാ, അരക്കോ വെളിഞ്ഞീറ് അത് പറ്റില്ലേ എന്ന് ചോദിക്കുക. അതിനൊരു വഴിയുണ്ട്. എന്താ അത്? വെളിച്ചെണ്ണ പുരട്ടിയിട്ട് മുറിച്ചോളൂ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതുപോലെ ഒരു തന്ത്രം ഭഗവാൻ പറഞ്ഞുതരും. ഓക്കെ.